ആവശ്യമായിട്ടുള്ള ഗുണത്തെ കുറിച്ച് അവൻ എന്തിനാൾ സുഖപ്പെട്ടു നിങ്ങൾ ഇന്ന് ഞങ്ങളെ വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുരിശിൽ തൂക്കിയവനും ദൈവം മരിച്ചവരുടെ ഏൽപ്പിച്ചവനുമായ നസ്രത്തുകാരൻ യേശുമിശിഹായുടെ നാമത്തിൽ തന്നെ ഇതാ ഇവൻ സ്വസ്ഥനായി ലോകത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ ജനങ്ങൾക്കെല്ലാം അറിവായിരിക്കട്ടെ. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞതും മൂലക്കല്ലായി തീർന്നതുമായ കല്ല് അവനാണ്. അതിനാൽ രക്ഷയ്ക്ക് യോഗ്യമായി ആകാശത്തിന് കീഴിൽ വേറെ നാമം മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് വേറൊരുവനും രക്ഷയില്ല. ശമോനും യോഹന്നാനും പരസ്യമായി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഇവർ പുസ്തക പരിചയമില്ലാത്തവരും ഭോഷന്മാരുമായിരുന്നവരും അറിഞ്ഞിട്ട് അവർ വിസ്മയിച്ച് ഇവർ യേശുവിനോടുകൂടെ സഞ്ചരിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആമീൻ. ഹബീബായി പാർക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽനിന്നും സ്വർഗീയവിളിയാൽ വിളിക്കപ്പെട്ടവരായ വിശുദ്ധ സഹോദരന്മാരെ, സ്നേഹായും നമ്മുടെ മതത്തിന്റെ മഹാപുരോഹിതനുമായ യേശുമിശിഹായെ നമുക്ക് നോക്കാം. മോശയുടെ ഭവനത്തിൽ സർവത്ര വിശ്വസ്തനായിരുന്നതുപോലെ യേശു തന്നെ അയച്ചവരുടെ വിശ്വസ്തനായി ചെയ്യുന്നു. ഭവനം നിർമ്മിക്കുന്നവന്റെ മഹാത്മ്യം നിർമ്മിക്കപ്പെട്ടതിനേക്കാൾ കൂടുതലായിരിക്കുന്ന പ്രകാരം തന്നെ യേശുവിന്റെ മഹിമ മോശയുടെ മഹിമയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു. ഏത് ഭവനവും മനുഷ്യരാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ സകലവും നിർമ്മിക്കുന്നവൻ ദൈവമാണ്. അവനാൽ പറയപ്പെടുവാനിരിക്കുന്ന സംഗതികളുടെ സാക്ഷ്യത്തിനായിട്ട് ഭവനത്തിൽ സർവത്രദാസനെ പോലെ മോശ വിശ്വസ്തനായിരുന്നു. മശിഹായാകട്ടെ സ്വന്തം ഭവനത്തിൽ പുത്രനെ പോലെയാണ്. മുഖപ്രസാദത്തെയും അവനിലുള്ള പ്രത്യാശാഭിമാനത്തെയും അവസാനത്തോട് ഉറപ്പായി പിടിച്ചുള്ള നമുക്ക് അവന്റെ ഭവനമായ തീരാം. പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിങ്ങൾക്ക് അവന്റെ ശബ്ദത്തെ കേൾക്കുമെന്നുണ്ടെങ്കിൽ പിറുപിറുക്കുന്നവരെ പോലെയും വനത്തിൽ വെച്ചുണ്ടായ പരീക്ഷാ ദിവസം പോലെയും അവന് കോപമുണ്ടാകുവാതെ കോണം അവന്റെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നമ്മുടെ പിതാക്കന്മാരെ പരീക്ഷിക്കുകയും 40 സംവത്സരം എന്റെ പ്രവർത്തികളെ പരിശോധിച്ചു നോക്കുകയും ചെയ്തു. ആയതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. ഈ ജനം തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരാണെന്നും ഇവർ എന്റെ മാർഗങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു. ആമീൻ. Amen.
യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിക്കുന്ന കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. मगर सोनो मगर सहाय फुलको अलमो ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വാഴുകയല്ലാതെ സമാധാനത്തെ വരുത്തുവാനല്ല വന്നത്. എന്തെന്നാൽ തന്റെ പിതാവിനോടും പുത്രിയെ തന്റെ മാതാവിനോടും മരുമകളെ തന്റെ അമ്മാവിനോടും ഭിന്നിപ്പിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യന് ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയാകുന്നു. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാതെ ഒരുവനും എനിക്ക് ചേരുന്നവനല്ല. തന്റെ ജീവനെ കരുതുന്നവൻ അതിനെ നശിപ്പിക്കും. എന്നാൽ എനിക്ക് വേണ്ടി തന്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ സമ്പാദിക്കുകയും ചെയ്യും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ സ്വയം കൈക്കൊള്ളുന്നു. ദീർഘദർശി എന്ന നിലയിൽ ഒരു ദീർഘദർശിയെ കൈക്കൊള്ളുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കുന്നു. പുണ്യവാൻ എന്ന നിലയിൽ ഒരു പുണ്യവാനെ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ആരെങ്കിലും ശിഷ്യൻ എന്ന നിലയിൽ ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കാൻ കൊടുത്താൽ അതിന് ഫലം പോലും നഷ്ടമായി പോവുകയില്ല എന്ന് ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു. പറഞ്ഞു തുടങ്ങി, ഇതാ ഞങ്ങൾ സകലവും ഉപേക്ഷിക്കാൻ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടിയും എന്റെ സുരക്ഷത്തിന് വേണ്ടിയും ഭവനങ്ങളോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ പുത്രന്മാരെയോ നിലങ്ങളെയോ ഉപേക്ഷിക്കുന്നവൻ ഇപ്പോൾ ഇക്കാലത്ത് തന്നെ പേടിയോട് കൂടി ഒന്നിന് ദുർവേദ ഭവനങ്ങൾ സഹോദരന്മാർ സഹോദരിമാർ മാതാപിതാക്കൾ പുത്രന്മാർ നിലങ്ങൾ ഇവയും ഒരുവാനിരിക്കുന്ന ലോകത്ത് നിത്യജീവനും പ്രാപിക്കാതിരിക്കുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഉമ്മന്മാരായ പലരും പിമ്പന്മാരും പിമ്പന്മാരായ പലരും ഉമ്മന്മാരുമായി തീരുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുൾ ചെയ്തു. Oh
സദാനേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ എന്റെ നാഥാന്യങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശ്രേഷ്ഠ മഹാപുരോഹിതനും പുണ്യപ്പെടുത്തുന്ന ബലിവസ്തുവാകുന്ന മിശിഹായെ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നിന്റെ ബലിയർപ്പണത്താൽ ഞങ്ങളെ നിന്റെ പൗരോഹിതത്തിൽ പങ്കാളികളാക്കുകയും നീ യാഗമായി തീർന്നതിനാൽ സമസ്ത സൃഷ്ടിയെയും നിന്നോട് ചേർത്ത് പുണ്യപ്പെടുത്തുകയും ചെയ്തല്ലോ. നിന്റെ പിതാവിന് ഞങ്ങൾ സ്തോത്രം സമർപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങളായി സ്വകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. കുൽഹുന്യോമോ സ്വത്വായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട യാചനകളാൽ മുന്നിലേക്ക് വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഹരവും യാചിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനും കറകൾ തുടച്ചു നീക്കി അവയെ വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ നിന്റെ മഹാകരുണയാൽ അസംഖ്യങ്ങളായ എന്റെ കഠിന പാപങ്ങളും വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ അപരാധങ്ങളും നീ പൊറുക്കണമേ. ഉത്തമനായുള്ളവേ, നിന്റെ കൃപയാൽ ഞങ്ങളോട് അലിവ തോന്നണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നീ സ്മരിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും നേതാക്കന്മാരെയും മൽപ്പാന്മാരെയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ വിശ്വാസികളായി നിര്യാണം പ്രാപിച്ച സകലരെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിന്മേൽ കരുണയും കൃപയുമാകുന്ന പനിമനെ നീ തെളിക്കണമേ. കർത്താവേ, കർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും നീ വിമോചനവും ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരം വരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അനുകമ്പാപൂർവ്വം ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവതമ്പുരാനേ, ഞങ്ങളുടെ അപരാധങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സകലവിധമായ ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീ പിൻവലിക്കണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കാരുണ്യപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്ക് നീ നൽകുന്ന ഭാഗ്യകരമായ അനുഭവത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹതയുള്ളവരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ള യോഗ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല ഗ്രന്ഥത്തിന് ഞങ്ങളെല്ലാവരെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി കാലത്തിരിക്കൽ ശാരീരിക പിതാവില്ലാതെ കന്യകയായ മാതാവിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്ത ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന മിശിഹാ തമ്പുരാനേ, സ്ലീബായിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പാപപരിഹാര യാഗമായി തീർന്ന് നിന്റെ ശരീരം ഞങ്ങൾക്ക് ജീവദായകമായ ഭക്ഷണമാക്കി തീർത്തു. നിന്റെ മരണത്താൽ ഭിന്നിച്ചിരിക്കുന്നവരെ ഒന്നിപ്പിക്കുകയും നിന്റെ ഉയർപ്പാൽ മരിച്ചവരെ നിന്നോട് കൂട്ടിച്ചേർന്ന് ജീവൻ നൽകുകയും ചെയ്തു.
തമ്പുരാനേ, ഞങ്ങളുടെ ഈ സ്തോത്രബലിയെ നീ സ്വീകരിക്കണമേ. നീ ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ മധ്യത്തിലും വസിക്കണമേ. ഞങ്ങളുടെ ശരീരവും മനസ്സും ഹൃദയവും നിന്റെ കുടിയിരിപ്പിനായി നിനക്ക് വിശുദ്ധീകരിക്കണമേ. നിന്റെ ദിവ്യാത്മാവുടെ സ്വീകരണത്താൽ ഞങ്ങളുടെ പാപത്തിന്റെ സകല അവശേഷിപ്പിനെയും നീ തുടച്ച് മാറ്റി ഞങ്ങളെ വിശുദ്ധിയുടെ പരിമളം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് ജീവന്റെ കുളിമാവും. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നിർമ്മലതയുടെ മൂർണ്ണമായി ഭരിക്കണമേ. ഞങ്ങൾ നിന്റെ കൃപയാൽ പുണ്യമാക്കപ്പെടുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാരോഹായിക്കും സദാ ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ
സഹായിക്കും. സദാസ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ സമൃദ്ധമായ വാഴ്വുകളെ നീ പ്രവഹിപ്പിക്കണമേ. ഞങ്ങൾ പരിശുദ്ധ റൂഹായി സദാ സ്തുതിച്ച് പുകഴ്ത്തുമാറാകണമേ. ഹോശോ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നയിക്കുകയും പരിശുദ്ധവും ജീവപ്രദവുമാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ അനുഷ്ഠാനം നീ ഞങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്തുവല്ലോ. ഈ ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബാഹുല്യ നിമിത്തം നിന്റെ തിരുമുഖം ഞങ്ങളിൽ നിന്ന് നീ പിന്തിരിച്ചു കളയരുതേ. നിന്റെ ഏകജാതനോടും പരിശുദ്ധ റൂഹായോടും കൂടി നീ മാത്രം എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പരിശുദ്ധനും വിശുദ്ധീകരണം നൽകുന്നവരുമാകുന്നു. ഹോശോ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ദൈവത്തിന്റെ ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന സ്വർഗീയ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ദൈവത്തോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ശ്രേഷ്ഠതയ്ക്ക്
ഗീതങ്ങൾ ആലപിക്കുന്നു. തങ്ങളുടെ മനോഹരമായ തൂവലുകളും ബലിഷ്ഠമായ ചിറകുകളും അതിശീഘ്രം ചലിപ്പിച്ചുകൊണ്ട് ഒരുവൻ മക്കൾ അവരെ മറന്നെടുത്ത് കാതീസ്ഥാനങ്ങൾ ആലപിച്ചു തന്നെ ബോധപ്പെടുത്തുന്ന ആ സ്വർഗീയ ഗായക സംഘത്തോടെ ചേർന്ന് ഞങ്ങളും മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ നാഥനും രക്ഷതാവുമായ തന്റെ ശിഷ്യ സമൂഹത്തിന്റെ മധ്യേ വെച്ച് തൃക്കരങ്ങളിൽ ഒപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആരാധനായ പിതാവാം ദൈവമേ അങ്ങേ സ്തോത്രം ചെയ്ത് ആയുധനെ താൻ വാഴ്ത്തി വിശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്കും എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് കൽപ്പിച്ചരുൾ ചെയ്തു. രഹസ്യസമ്പൂർണമായ താഴത്തിന് ശേഷം വീഞ്ഞുവെള്ളവും ചേർത്ത് കലർത്തിയുണ്ടാക്കിയ കാസായും നമ്മുടെ കർത്താവ് തൃക്കരങ്ങളിൽ എടുത്ത് ആരാധനായ പിതാവാം ദൈവമേ അങ്ങേ സ്തോത്രം ചെയ്ത് ആയുധനെ താൻ വാഴ്ത്തി വിശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ ശ്രീഹന്മാരുടെ സമൂഹത്തിന് നൽകിക്കൊണ്ട് അവരോട് ഇത് എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും നിന്ന് വാങ്ങി പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുന്നവരുടെ കടങ്ങളുടെ പരിഹാരത്തിൽ പാപങ്ങളുടെ മോചനത്തിനുമായി ഇത് ചൊരിയപ്പെടുന്നു എന്ന് നമ്മുടെ ഭൗതാൻ കൽപ്പിച്ചരുൾ ചെയ്തു. ഈ രഹസ്യം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്റെ ഭരണത്തെ നിങ്ങൾ പ്രഘോഷിക്കുകയും വീണ്ടും വരവിനെ ആദരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചരുൾ ചെയ്തു. Oh
നിന്റെ ശ്രേഷ്ഠ സിംഹാസനം സജ്ജീകരിക്കപ്പെടും. സകലവരെയും പുറത്തു കൊണ്ടുവരുവാൻ ഭൂമിയോട് നീ കൽപ്പിക്കും. വാങ്ങിപ്പോയവർ ഉയർത്തെഴുന്നേറ്റ് ഭയങ്കരച്ചുകൊണ്ട് തിരുവൻപാകം നൽകുകയും ചെയ്യും. ഓരോരുത്തരും പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം ഒരുക്കപ്പെടുന്നതായ നിർമ്മലമായ സമയത്ത് കഠിനവും മരണകരവുമാകുന്ന വാക്കുതന്നെന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കരുതേ. അന്യരെ പോലെ ഞങ്ങളെ നിരസിക്കരുതേ. ഉടയവനെ നിന്നിൽ വിശ്വസിക്കുകയും നിന്റെ ദൈവത്തെ ഏറ്റുപറയുകയും ചെയ്തവരായ ഞങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. പിന്നെയോ നിർവ്യാജവുമാകുന്ന നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നീ നിവർത്തിയാക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾ മോചിക്കുകയും ചെയ്യണമേ. നിന്റെ അവകാശമായുള്ളവയോട് കൃപ തോന്നണമേ. ഞങ്ങൾ നിന്റെ മധ്യസ്ഥതയിൽ നിന്റെ പിതാവിനോട് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വേദിക്കാമോ ഗ്ലാമോ കാതുപുറോ സ്വർഗരാജ്യത്തിൽ നിത്യമായ ജീവിതത്തിന് പര്യാപ്തമാക്കി തീർക്കണമേ. ത്രിയേക ദൈവമായുള്ളവയെ ഞങ്ങൾ നിനക്ക് സദാ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നേരത്തെപ്പെട്ടവർ നമ്മൾ വാർത്തിരിക്കുന്ന സ്വയംമാർ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ ബാവായിക്കും
വിശ്വാസികളായ ശേഷമുള്ള എപ്പിസ്കോപ്പുകാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കഠിനവും മാരകവുമാകുന്ന സകല ശിക്ഷകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അതിനെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുവാൻ അതിന് ശുശ്രൂഷകരായ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും നീ പ്രാപ്തിയുള്ളവരാക്കണമേ. ബലമുള്ളതും സുശക്തവുമായ നിന്റെ തർക്കങ്ങളാൽ നിന്റെ സഭയും ഇടവകയും നീ നയിക്കണമേ. ത്രികൈകദൈവമായുള്ളവയെ ഞങ്ങൾ നിനക്ക് ഇപ്പോഴും സദാ നേരത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പലവിധമായ പരീക്ഷകളപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനതുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസിയും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അനുയോജ്യമായിരിക്കും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സ്വന്തമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. തങ്ങളുടെ ജീവിതഭാഗങ്ങളുമായ നീ ഓർക്കണമേ. അവരുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ദശാംശങ്ങളും നീ കൈക്കൊള്ളണമേ. സകലത്തിലും ബഹുമാന്യമായ നിലയും പരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുത്തുന്നതിന് അവരെ യോഗ്യരാകുകയും ചെയ്യണമേ. ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും ദേവന്മാരെയും സത്യവിശ്വാസത്തിൽ നടത്തിയ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. രാജ്യഭരണം നിർവഹിക്കുന്ന അധികാരികളെ നീതിഷ്ഠയിൽ നയിക്കണമേ. അവർ നിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരായി തീരണമേ. രാജ്യത്തിൽ നീതിയും സമാധാനം നിലനിർത്തുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സദാ എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളോടും വിശുദ്ധികളോടും മഹത്വങ്ങളോടും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യനിധിയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരെയും സ്നേഹന്മാരെയും യവന്യദാസന്മാരെയും സഹോദരന്മാരെയും ഔദ്യോഗികന്മാരെയും ഭാഗ്യവാനുള്ള യജമാനെയും മുന്നോട്ടുകാരുമായ മോടിവാനായും ശമാസന്മാരും പ്രധാനിയും സഹദേവന്മാരും മൂവരും പരിശുദ്ധനും മഹത്വമുള്ളവരുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മോർ തോമാസിനെയും
കൃപയും അനുഗ്രഹങ്ങളും അവരുടെ അപേക്ഷകൾ വഴിയായി ഞങ്ങളുടെ മേൽ അനവരതം വർഷിക്കണമേ. അവരോട് ചേരുവാനും അവർക്കായി നീ ഒരുക്കിയിരിക്കുന്ന നല്ല ഓഹരി പ്രാപിക്കുവാനും ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും യോഗ്യതകളാകാതെ തീർക്കണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതന്റെ പരിശുദ്ധ റൂഹായി സദാ ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുമ്പ് കൂടി പ്രാപിച്ചു ശ്രമിക്കുന്നവരെയും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്നകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ പിതാക്കന്മാരെയും ഒരു ശ്രീമിനെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹനായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ലെമീസും ദിവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്പോറോസും തീമോത്തിയോസും എലിസലോസും ദൈവോസും യേവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നു നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുമായ വിശുദ്ധനായ മോർക്കോലിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവനെയും വിവേകമുള്ള വായുകൊണ്ടും അൽപ്പാനപുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ അപേക്ഷ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നതായി കുടുംബസംഘിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ്മോസിയും സത്യവിശ്വാസത്തെ മനുഷ്യമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് വൃദ്ധാനായും മോർ യാക്കോബും മോർ സഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരുടെ തലവനായ മോർ ബർസോമോയും മോർ ശമോൻ ദിസ്മോനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ മഹായും മോർ ഇഗ്നാത്തിയോസേലിയസും പാത്രിയർക്കീസും മോർ ബസേലിയോസ് അദംഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസ് അന്തർജനിൽ പാവായും മോർ സ്താദിയോസ് ബാവായും മോർ താനാസിയോസ് പൗലോസും മോർ ബസേലിയോസ് ശക്രുള ബാവായും യുയാക്കിം മോർ കൂറിലോസും പൗലോസ് മോർ കൂറിലോസും ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുള്ള കുറ്റമില്ലാത്ത ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പ് ഇവരോട് കൂടിയും ഇവരുടെ മുമ്പോട് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, സത്യോപദേശങ്ങളാൽ പരിശുദ്ധ സഭയെ നയിക്കുകയും നാശകരമായ വേദവിപരീതങ്ങളെ ചെറുക്കുകയും സത്യവിശ്വാസമർമ്മങ്ങളെ തങ്ങളുടെ വചനങ്ങളാൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത ആത്മീയ പിതാക്കന്മാരെ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ മൂലം സത്യവിശ്വാസത്തിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളുടെ സംഗതിയാക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സദാ ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ സത്യവിശ്വാസം മുൻകൂട്ടി നിർവഹിച്ച് ശ്രമത്തിനെടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധമായ പള്ളിയിൽ നീ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗം സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ ചില മരിച്ചുപോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായുടെ ധാരാളം അതിന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിന് അവരെ യോഗ്യനാക്കുവാനും നമ്മെയും അവരെയും നിന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് അപേക്ഷ പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കുറിയേലായിസോ നിന്ന് അട്ടഹസിച്ച് പറയണം. ദൈവമായ കർത്താവേ, നീ ആത്മശരീരങ്ങളുടെ സൃഷ്ടാവാകുന്നു. നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന പ്രാപിച്ചവരെ അവസാന ദിവസത്തിൽ നീ ഉയർപ്പിക്കുകയും നിന്റെ പ്രശാന്തമുഖം അവർ കാണുവാനിടയാകുകയും ചെയ്യണമേ. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം നീ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ നിന്റെ ഏകജാതനായ യേശു മിശിഹായല്ലാതെ പാവമാൻ
കാരുണ്യത്തിൽ നിന്ന് വെടിപ്പുള്ളവരായി ഭൂമിയിൽ ആരുമില്ല. അവൻ മൂലമുള്ളവരുടെയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ വാങ്ങിപ്പോയവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ചെയ്ത സകല പ്രവൃത്തികളും ക്ഷമിക്കണമേ. പാപവീഴ്ച കൂടാതെ തിരുവൻപാത നൽകുവാനുള്ള യോഗ്യത ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണമേ. സകലത്തിലെ ബഹുമാന്യവും അനുഗ്രഹീതവും ആരാധ്യവുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ ഈ കുർബാന വഴിയായി ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിക്കപ്പെട്ടു ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നാലും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
വിശുദ്ധിയോടും കൂടി ഞങ്ങൾ ആലപിക്കുന്നു. വത്സലം പാറമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണമേ. എന്തെന്നാൽ നീ സകലത്തിനും കഴിവുള്ള ദൈവമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സദായിപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ പോലെ സഭാ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീടുകാട്ടിവാനായ കർത്താവിന്റെ മുമ്പാകെ നിന്റെ ശുദ്ധതയുടെ മുൻപാകെ ശിരസ്സുകൊള്ളുന്ന ഞങ്ങളെല്ലാവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ജീവദായകമായ നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ സ്വീകരണത്തിനും പരിശുദ്ധന്മാരോടുകൂടിയുള്ള സംസർഗത്തിനും ഞങ്ങളെല്ലാവരെയും അർഹതയുള്ളവരായി തീർക്കണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിനാദ്യവും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമാകുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നായിരിക്കട്ടെ. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ പങ്കപ്പാടുകൾ പോലും ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ സകലത്തെ പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനിലേക്ക്
പരിശുദ്ധമായി നമ്മോടുകൂടി കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Shall
ദൈവമായ കർത്താവേ, നിന്റെ മഹാകരുണയ്ക്ക് മുൻപിൽ ഞങ്ങൾ വണങ്ങിക്കൊണ്ട് നിൽക്കുന്നു. നിന്റെ കരുണാവാദം ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഞങ്ങൾ ലജ്ജിച്ചു പോകാതെ നിന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നതിനാൽ ഞങ്ങളെ നിരീക്ഷിക്കണമേ. നീ മനുഷ്യവർഗം മുഴുവനെയും രക്ഷിതാവാകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളെ നിരീക്ഷിക്കണമേ. സകലവിധമായ ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങളെ ദൂരീകരിക്കണമേ. ഞങ്ങളുടെ ശേഷം നീ കോപിക്കുകയും വരുതേ. രഹസ്യപരസ്യമായി ഞങ്ങളിലുള്ള കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് നീ ഓർക്കരുതേ. നീ ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ സൃഷ്ടാക്കളുമാകുന്നുവല്ലോ. നിരതനാവും തന്നെയാകുമല്ലോ ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനും. ആയതിനാൽ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് ദൈവ തോന്നി എല്ലാ പ്രതികൂലാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, നിർമ്മലതയോടെ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുകയും പരിശുദ്ധ സഭ മുഴുവനെയും ക്ഷേമത്തോടെ നയിച്ച് വിശുദ്ധിയോടെ ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ നല്ലവനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളിൽ അനുഗ്രഹങ്ങൾ അനന്തമായി വർഷിക്കണമേ. മോറന്മാരോ പരിശുദ്ധ സഭയുടെ ശ്രേയസിലാഭാഗങ്ങൾ വർദ്ധിക്കുവാനുമായി പാപങ്ങൾക്ക് മാനസാന്തരം ലഭിക്കുവാനുമായി പരിശുദ്ധ ുണ്ടാകുവാനായും പിണക്കത്തിലിരിക്കുന്നവർ തമ്മിൽ സംയോജിപ്പുണ്ടാകുവാനുമായും ഞങ്ങളുടെ ഭാവനകൾ സ്നേഹവും വിശുദ്ധിയും സദാ വിളങ്ങുവാനുമായും പരിശുദ്ധനായ യുവാക്കൾ ദൈവാശ്രയബോധമുള്ളവരാകുവാനുമായും യുവതികൾക്ക് ജീവൻ നൈരമല്യം ലഭിക്കുവാനുമായി ബാലർക്ക് സ്വഭാവ മഹിമയുണ്ടാകുവാനുമായും പരിശുദ്ധ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ശണ്ഠകൾ നീങ്ങിപ്പോകുവാനും വിവാഹപ്രായമായവർക്ക് യോജ്യമായ തുണയെ കണ്ടെത്തുവാനും സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഉത്തമ സന്താനങ്ങൾ ലഭിക്കുവാനുമായി പരിശുദ്ധ ദുഃഖിച്ചു വിലപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭ്യമാകുവാനും രോഗികൾക്ക് പരിപൂർണ്ണ സൗഖ്യം ലഭിക്കുവാനും ദുർമാർഗ ജീവിതത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുവാനുമായും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഓർമ്മശക്തിയും ലഭിക്കുവാനുമായും പരിശുദ്ധ ധനവാന്മാർക്ക് താഴ്മ ലഭിക്കുവാനും നിർധനരായ വിധവകൾക്ക് ദൈവസ്നേഹം ലഭിക്കുവാനും അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനുമായും പരിശുദ്ധ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭ്യമാകുവാനുമായും ഭവനരഹിതർക്ക് ഭവനം ലഭിക്കുവാനുമായും വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി സംരക്ഷിക്കപ്പെടുവാനുമായും പരിശുദ്ധനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ
അങ്ങേ ശക്തിപ്പെടുത്തി ശ്രേഷ്ഠനാക്കിയ ഞങ്ങളുടെ കർത്താവിനും തന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സദാ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായിസോനത് മൂന്നാമത്തെ ചൊല്ലുന്നു. അനുഗ്രഹീതയും നിത്യകന്യകയുമാകുന്ന വർത്തമായ അമ്മയുടെയും ദൈവകൽപ്പനകൾ ആചരിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥയാചന നടത്തുന്ന മഹാപരിഷ്ഠനായിരിക്കുന്ന ബസേലിയോസ്മായുടെയും മഹനീയ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന നിങ്ങളെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. അവൻ നിങ്ങളുടെ നിലപുരയിടങ്ങളെയും നിങ്ങളുടെ ആടുമാടുകളെയും നന്മയിലൂടെയുള്ള നിങ്ങളുടെ വ്യാപാര വ്യവസായങ്ങളെയും സമൃദ്ധമായി വാഴ്ത്തി വർദ്ധിപ്പിച്ചനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളുടെ സമൂഹങ്ങൾ നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകുകയും നിങ്ങളുടെ പാപങ്ങൾക്ക് വിമോചനം നൽകുകയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് നിത്യതയുടെ കൂടാരങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ. വിഷയമാകോ Oh
പരിപാലനമായ നിന്റെ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസിദാസന്മാരിലേക്ക് പുണ്യം സമൃദ്ധിയായി ഇറങ്ങി വരുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ അഭിവാഞ്ചയോടുകൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ആരാധനയുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി നീ വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവാകുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും താല്പര്യപൂർവ്വം ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമാകുന്ന എല്ലാവരുടെയും മേലുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കൊണ്ടതിനാർക്കും കാരണമായി തീരരുതേ. എന്നാൽ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. അനുയോജ്യമായ വിധത്തിൽ കൃതജ്ഞത അർപ്പിക്കുവാൻ മനുഷ്യവംശത്തിൽ ആർക്ക് പ്രാപ്തിയുണ്ട്? എങ്കിലും ഉടയതമ്പുരാനേ, ഞങ്ങൾ ആദരപൂർവ്വം നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും വന്നിച്ച് സ്തുതിച്ച് പുകഴ്ത്തുകയും ചെയ്യും. ഹോശോ വീട്
അതിന്റെ നിർവഹണം പൂർത്തീകരിച്ചതിന് ഞങ്ങൾ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വാഴ്ത്തേണമേ. നിന്റെ അവകാശമാകുന്ന ഞങ്ങളെ നിന്റെ രക്ഷാകരമായ സ്ലീവായ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വഖുല വൈദ്യനായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തേ.